ശ്രദ്ധിക്കുക. ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നവര് പഞ്ചാബിൽ നിന്ന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കൂളിംഗ് പേപ്പർ എല്ലാം ഇളക്കിച്ചു, 4 സൈഡിലും ഇളക്കി മാറ്റേണ്ടി വന്നു. അവർ വന്നിട്ട് പറഞ്ഞേക്കുന്നത് ഇവിടെ 0% ആണ്, കൂളിംഗ് പേപ്പർ ഒട്ടിക്കാൻ പറ്റില്ല. ഫൈൻ പറഞ്ഞേക്കുന്നത് 10,000 രൂപയായിരുന്നു. പിന്നെ സംസാരിച്ചിട്ട് 5,000 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നിട്ട് മൊത്തം ഇളക്കിയിട്ട് 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഫൈൻ അടച്ചതിന്റെ റെസിപ്റ്റോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഒരു നോട്ട്ബുക്കിൽ നമ്മുടെ പേരും അഡ്രസ്സ് ലൈസൻസ് നമ്പരും മാത്രം എഴുതി വെച്ചു. അതിനകത്ത് എന്നിട്ട് 1000 രൂപ ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, കാർഡ് വഴിയോ ഗൂഗിൾ പേ വഴിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ക്യാഷ് ആയിട്ട് തന്നെ തന്നേ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് എന്നെ കൊണ്ട് സ്റ്റിക്കർ മൊത്തം ഇളക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവർ വിട്ടത്. ആദ്യം ഞാൻ കരുതി വണ്ടിയുടെ സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ യാത്രയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ പേരിലായിരിക്കും ഫൈൻ അടിക്കാൻ വരുന്നതെന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഈ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചാണ് പ്രശ്നം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നവര് കാരണം കൂളിംഗ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൂവ് ചെയ്തിട്ട് മാത്രം വരിക.